കൊച്ചിമ ചാനൽ, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ യെസ്, നമ്മൾ അങ്ങനെ ജിമിനി എടുത്ത് എടുത്ത കഥ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും കാണാൻ പോണേ. ഈ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ആരോടും പറയണ്ട, ലിറ്ററലി വീട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ഒരു ക്ലോസ് ഫ്രണ്ട്സിനും അറിയില്ല. ബാബുവേട്ടൻ എൻ്റെ ഒപ്പം വന്നോണ്ട് ബാബുവേട്ടനും അറിയില്ല, അല്ലെങ്കിൽ ബാബുവേട്ടനെ ഞാൻ അറിയിക്കില്ലായിരുന്നു. ആരും അറിയിച്ചിട്ടില്ല. എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. ഒരു മനുഷ്യനെ അറിയില്ല ഞാൻ വണ്ടി എടുത്ത കാര്യം ഇതുവരെ. അപ്പോൾ എല്ലാവരെയും നമുക്ക് പോണ വഴി എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പണ്ട് ആലുവയിലാണ് താമസിച്ചത്. അപ്പോൾ എൻ്റെ വളരെ ക്ലോസസ്റ്റ് ഓഫ് ദ ക്ലോസ് ഫ്രണ്ടാണ് സുഹേലിന് എത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ സുഹേൽ അറിഞ്ഞിട്ടില്ല ഞാൻ വണ്ടി എടുക്കുന്ന കാര്യം. എൻ്റെ എല്ലാ കാര്യം ഞാൻ ഷെയർ ചെയ്യുന്ന ഒരാളാണ് സുഹേൽ. ഞങ്ങളെല്ലാം മിക്ക ദിവസവും കാണും. ആലുവയിലാണെങ്കിലും ഞാൻ കൊച്ചിയിലാണെങ്കിലും മിക്ക ദിവസവും ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അവൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാം. ഞാൻ ഇപ്പോൾ ആലുവ എത്താറായി. എനിക്കൊന്ന് ഓഫീസിൽ നിന്ന് വരേണ്ട സമയം ആവും, ഒരു മണിയൊക്കെ ആകുമ്പോൾ എത്തേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോയിട്ട് അവനെ സർപ്രൈസ് ചെയ്യാം. അവന് വലിയ സർപ്രൈസ് ഒന്നും ആവില്ല എന്ന് പ്രതീക്ഷിക്കണോ, എന്നാലും രണ്ടാട്ടൊക്കെ കിട്ടും. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം സുഹേലിനെ പോകാം, എന്നിട്ട് പയ്യെ ഓരോരുത്തരും നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യാം. ആശാനെ അറിയില്ല, ഒരാൾക്കും അറിയില്ല, എമിലേറ്റിനെ അറിയില്ല, എൻ്റെ വേറെ ഒരു കൂട്ടുകാർക്കും അറിയില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എല്ലാവരെയും സർപ്രൈസ് ചെയ്യണമെന്ന് തോന്നി ഇപ്രാവശ്യം വണ്ടി എടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മൾ പോവുകയും ഫസ്റ്റ് നമുക്ക് സുഹേലിൻ്റെ അടുത്ത് തന്നെ പോകാം. അവനെ ഒന്ന് വിളിച്ചു നോക്കാം. അപ്പോൾ എന്താണ്, ഞാൻ സുഹേലിൻ്റെ വീട്ടിൽ വന്നിട്ട് അവൻ എത്തിയിട്ടില്ല കേട്ടോ. അവൻ വന്നാൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരുന്നേ. ഞാൻ വണ്ടി ഇവിടെ ചുമ്മാ ഇട്ടിട്ടുണ്ട്. എന്താണ് അവൻ്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം. അവിടെ നിന്ന് അരിയും തന്നെ. ഗൈസ്, സുഹേൽ എത്തിയിട്ടുണ്ട് ഗൈസ്. വണ്ടി നിർത്തിയേക്കോട്ടെ. ഇവരെ ഞാൻ എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ചെന്നൈന്ന് കൊണ്ടുവരാടാ. ചെന്നൈന്ന് കമ്പനി ഒന്നുമില്ല, അവിടെ ഷോറൂമിൽ മാത്രമേ ഉണ്ടായുള്ളൂ. 2023 വണ്ടി. അത് ഇയർ ബാക്ക് വണ്ടിയില്ലേ, നല്ല ഡിസ്കൗണ്ട് ഉണ്ടായി. എടുത്തടാ, ഞാൻ ഈ വരാൻ വേണ്ടി നോക്കി വെക്കുക. എടുത്തിട്ട് വാ, പോണ്ടേ മൂന്നാറ്. എന്താ എങ്ങനെ ഇരിക്കണം? മാനുവല് ആൽഫ എങ്ങനെയുണ്ട്? അതായത് ടോപ്പ് വേരിയന്റ് 4 വീൽ ഡ്രൈവ്. ഹനുമാൻ ഗിയറോടെയാണ് വന്നത്. ഞാനുണ്ട്. ഇങ്ങനെയൊന്നും അല്ല, അങ്ങ് കേറും ഹൈറ്റ്. എടാ വന്ന വഴിയാണ്, ചെന്നൈന്ന് വന്ന വഴിയാ. എങ്ങനെയുണ്ട്? നിന്റെ ഹൈറ്റ് എത്ര? 5 ഫീറ്റ് 6? 5'11" സുട്ടപ്പൻ ഇരിക്കുന്ന കണ്ടോ? ഇത് മാത്രമേ എനിക്ക് ഇതിനകത്ത് മെയിൻ പ്രശ്നം തോന്നി. ഞാൻ പുറകെ ഇരിക്കൂല. ആര് പുറകെ ഇരിക്കുന്നത്? നീ ഫ്രണ്ട് ഇരിക്കും. സർപ്രൈസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി കളർ പൊളിച്ചു. ആണോ? കളർ ഇഷ്ടപ്പെട്ട? എനിക്ക് ഈ കളർ ഇഷ്ടം. ഇത് കഴിഞ്ഞാ പിന്നെ ബ്ലാക്ക്. ബ്ലാക്ക് കിട്ടി. ആകെ ഈ ഒറ്റ വണ്ടി കൂടെ ഉണ്ടല്ലോ അവിടെ. ഞങ്ങളെ പുതിയ വണ്ടി എടുത്തിട്ടാ ഞാൻ ജിമിനി എടുത്തു. ചെന്നൈന്ന് തന്നെ വഴിയാ. അതെ. അതെ, ആശാനെ വിളിച്ചിട്ടിരിക്കുന്നത് കാണിക്കട്ടെ. ഒരു മിനിറ്റ്. ജിമിനി എടുത്തു ആശാനെ, ജിമിനി എടുത്തു. എങ്ങനെയുണ്ട്? ചെതറിക്കുന്ന കളറുകളുമായി ഞാൻ. എന്ത്? വേണ്ട വരെയൊന്നും വേണ്ട. എങ്ങനെയുണ്ട് ആശാൻ? ഞാൻ ചെന്നൈന്ന് എടുത്തിട്ട് വരുവാ. അതെ. താങ്ക് യു. ഞാൻ ചെന്നൈന്ന് എടുത്തിട്ട് വരുവാ. പുതിയ വണ്ടി പക്ഷെ ഇയർ ബാക്ക്. ഒന്നും ചെയ്തില്ല, സ്റ്റോക്കാ. എടുത്തോണ്ട് വന്ന വഴിയാ. 700 കിലോമീറ്റർ. G-Wagon ഒന്നും വേണ്ട, നമുക്ക് ഇത് ഉള്ളതുപോലെ ഒന്ന് ലിഫ്റ്റ് ഒക്കെ ചെയ്ത് ഒന്ന് ജില്ലാക്കണം. ദിസ് ഈസ് സഞ്ജു ചേട്ടൻ ഗൈസ്. അപ്പോൾ സഞ്ജു ചേട്ടൻ്റെ നമുക്ക് റിയാക്ഷൻ നോക്കാം. എങ്ങനെയുണ്ട്?
എങ്ങനെയുണ്ട് സോമ? ഞാൻ എടുത്ത് കാര്യമായിട്ട് ദേ ചെന്നൈന്ന് കൊണ്ടുവരും. അതെ രജിസ്ട്രേഷൻ നമ്പർ കണ്ട സ്റ്റക്കായി പോയതാണോ സംസാരിക്കാത്തതാണോ അണ്ണാ? പോയി എടുത്ത് സീരിയസ് ആയിട്ടാണ്. ഇത് എന്ത് കഷ്ടമാണ് ഇത് സഞ്ജയ് സോമൻ UK-ലാണ്. മറ്റേ പ്രവാസി ജീവിതം ജീവിക്കുന്ന ഒരാളാണ്. പണ്ട് നമ്മുടെ മോജോ എടുക്കാൻ വന്നത് പുള്ളിയാട്ടോ മോജോ എടുക്കാൻ എൻ്റെ ഒപ്പം നിന്നത്. മോജോ എടുത്തപ്പോ സോമനായിരുന്നു. ഞാൻ ക്യാമറയിൽ പറയണത് അതെ വീഡിയോ ഈ മൊട്ടത്തലയൊക്കെ വീഡിയോയിൽ വരും കേട്ടോ. എന്നെ ഇങ്ങനെ കണ്ടാലും അവര് പൊക്കൂലേ? ഇങ്ങനെ കണ്ടാ പൊക്കും, പക്ഷെ വഴിയുണ്ട്. മനസ്സിലായില്ലല്ലേ? ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ആള് മിടുക്കനായാലോ. ഇപ്പൊ പോലീസ് പോലും കണ്ടാ തിരിച്ചറിയില്ലോ. ഓനിന്നാ അണ്ണാടി നോക്കി ഞാൻ തന്നെ എന്നോട് ചോദിച്ചു ഞാൻ ആനാണെന്ന്. എനിക്ക് അപ്പൊ മനസ്സിലായി. അരമണിക്കൂറായിട്ട് ആൾക്കാർ തന്റെ മൊട്ടത്തല കണ്ട് പാവസായില്ലോ. ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി വിളിച്ചതാ. ഗൈസ് ദിസ് ഇസ് ടോണി ഫ്രം ദുബായ്. ദുബായിൽ അറബികളുടെ കാലിൽ അറബികളുടെ താഴെ വർക്ക് ചെയ്യുന്ന ടോണിയാണിത്. ടോണി എങ്ങനെ ഉണ്ടാ? ഞാനോട് ഇഷ്ടംപോലെ ഉണ്ട് ജിമ്മി. ജിമ്മി ആണോ കട്ടപ്പുറത്ത് ബജീറോ? ആരെയാ ഈശ്വര വിളിച്ചത്? എടാ ഇത് ഞാനെടുത്താടാ. നീ എടുത്തോ? ആവാലോ, പൈസ അല്ലേ ഉള്ളത്. വിളിക്കണ്ടേ? വായിടാ, ഞാൻ ചുമ്മാ വിളിച്ചതാ കാണിക്കാൻ. ഇത് ആര്? സുഹേൽ വീടാണല്ലോ. അതെ അവൻ വണ്ടി എടുത്ത്. എടാ എന്റെ വണ്ടിയാടാ. ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ഓടാ, നീ ഇത് കാണിക്കാനാണ് എന്നെ വിളിച്ചേ? എടാ ഞാൻ എടുത്ത വണ്ടിയാടാ. വണ്ടി എന്താ? നല്ല വണ്ടി, നല്ല മഞ്ഞ കളറ്, കൊള്ളാടാ, സൂപ്പറാ. താങ്ക്യൂടാ. ഒരു പോക്കിമോൻ പീക്കാച്ചുവിനെയും കൂടി സ്റ്റിക്കർ ഒട്ടിച്ച പൊളിക്കും. ഒട്ടിക്കാം. ഞാൻ പീക്കാറ്റും ചാർമാൻഡറും ചാൾസാഡും എല്ലാം ഒട്ടിക്കുന്നുണ്ട്. എവിടെന്നാ പോക്കിയേ? ചെന്നൈ. പറഞ്ഞില്ലല്ലോ നീ ഒന്ന് വന്നിട്ട്. സർപ്രൈസ് സർപ്രൈസ്. ഇത് നിന്റെ അച്ഛനും കൊണ്ട് കൊടുക്കും സർപ്രൈസ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ദൈവമേ, നീ വീഡിയോ എടുക്കുവാ? ആടാ നാറ്റിക്കട നിന്നെയാണ് ഞാൻ നാറ്റിക്കാൻ നോക്കിയെന്ന്. അയ്യോ ഗൈസ്, അപ്പോൾ നമ്മൾ ഓരോരുത്തരായി കാണിച്ചോണ്ടിരിക്കുന്നതാണ്. എല്ലാരും തെറിവിളി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത് നമ്മുടെ എമിലേട്ടനെ ഒന്ന് പോയി കാണാം. എമിലേട്ടൻ ഞാൻ പറഞ്ഞു എന്നെ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. എമിലേട്ടനെ താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു എവിടെ? ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാ ആദ്യം? ഇത് വീഡിയോ കോളിലായിരിക്കും ഇരിക്കുന്നത്, എനിക്കറിയത്തില്ല, തീരുമാനിച്ചില്ല. അല്ല വർക്ക്ഷോപ്പിൽ ഇവിടെ ഇങ്ങോട്ട് ടേർട്ടിൽ വാക്സിലേക്കാണോ? വണ്ടിയാ വേണ്ട എനിക്ക് നിങ്ങളുടെ? എന്താ സംഭവം? നിങ്ങള് മതി എനിക്ക്. എന്താ സംഭവം? എന്റെ എമിലേട്ടൻ മതി എനിക്ക്. എമിലേട്ട ഞാൻ വന്നിട്ട് പറയാം എമിലേട്ട. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ എത്തോടെ. ഇറങ്ങി പോരുത്, ഞാൻ അരമണിക്കൂറിലെത്തും. ഗൈസ്, അപ്പൊ നമ്മൾ എമിലേട്ടന് വേണ്ടി കാത്തിരിക്കുന്നു. ആട്ട് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കണം. എമിലേട്ടന്റെ വായിൽ എന്ത് വരുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നോക്കാം. നമ്മുടെ വണ്ടിക്ക് ഭയങ്കര ഗ്ലിച്ചാട്ടോ. ഈ സാധനമൊക്കെ ഭയങ്കര ഗ്ലിച്ചാണ്. ഇത് ഒരു രക്ഷയില്ല, ഭയങ്കര ഗ്ലിച്ചാണ് നമ്മുടെ ഈ സെറ്റപ്പ്. ആൻഡ്രോയിഡ് എങ്ങനെ ഇപ്പോൾ വയേർഡ് കണക്ട് ചെയ്താലും വയർലെസ് ആണെങ്കിലും എന്ത് ചെയ്താലും ഭയങ്കര ഗ്ലിച്ചാണ്. കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. എനിക്ക് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് അത്ര ഇഷ്ടപ്പെടുന്നില്ല, ഭയങ്കര അനോയിങ് ആണ്. അത് ഓഫ് ചെയ്തിട്ടുണ്ട്. കുറേ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ വെയിറ്റിംഗ്. അവിടെ നിന്ന് എമിലേട്ടൻ വരും. ഗോയ്സ്, നമ്മുടെ എമിലേട്ടൻ പറഞ്ഞു. ഗോയ്സ്, എമിലേട്ടൻ പറഞ്ഞു. ഗോയ്സ്, ഞാൻ പൊക്കെ എമിലേട്ടാ. അതെ, ഞാൻ ചെന്നൈ പോയി എടുത്തിട്ട് വരുവാ. ചെന്നൈ പോയത് എന്തിനാ? ഇതെടുക്കാൻ. ഓടിച്ചിട്ട് തന്നെ വരിക. അതെ, എന്റെ ഒപ്പം വിത്ത് മീ ഓൾസോ. എനിക്കെന്തോ മാച്ചിങ് ആയിട്ടുള്ള കളർ കിട്ടിയെന്ന് എല്ലാരും പറയണേ. എനിക്ക് എന്തായാലും സന്തോഷം. നീ എടുത്ത നേരം ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ. അതെ, വീട്ടില് വീട്ടുകാരെ പോലും കാണിച്ചിട്ടില്ല. വന്ന വഴിയപ്പോ
ബ്രോ താങ്ക് യു കൊള്ളാം. നമുക്ക് ഇവനെ എന്താ ചെയ്യണമെന്ന് അറിയോ? ആ. നമുക്ക് ആദ്യം ഈ ടയറ് ടയർ ഊരി കളഞ്ഞിട്ട് ടയർ ഊരി കളയണം. എന്നിട്ട് നമുക്ക് BF ഗുഡ്രിച്ചിന്റെ നല്ലൊരു ആ ഓഫ് റോഡ് ടയേഴ്സ് ഒക്കെ ഇടണം. Carrier. മുകളില് കാരിയർ ഫിറ്റ് ചെയ്യണം, ഗ്രില്ല് മാറ്റണം. ഗ്രില്ല് മാറ്റണം. പിന്നെ എന്താ പറയണ്ടേ, അത്രയൊക്കെ ചെയ്യുമ്പോ തന്നെ ഒരു 2 ഇഞ്ച് ലിഫ്റ്റ് കിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് ഈ വണ്ടീന്റെ ഈ ലുക്കേ മാറും. അതെ, ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു തരാം. എമിലേട്ടൻ വന്ന വണ്ടി കണ്ടോ, പണിത ഒരു ഹൈലക്സ്. ഇത് എന്താ, ഇത് കൊറേ ഹൈറ്റ് ഒക്കെ ആയിട്ടുണ്ടല്ലേ? ഇതുണ്ട്, ഇത് സസ്പെൻഷൻ. ഒരു സിനിമ പ്രൊഡക്ഷൻ കമ്പനിയുടെ അതാണ് ഇപ്പൊ കാണാത്തത്, ആളെ കാണാൻ കിട്ടാത്തത് അതാട്ടോ. അതെ, ഞാനൊരു സിനിമ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭയങ്കര ഫേമസ് ഒരു കമ്പനിയാണ്. ഞാൻ പിന്നെ ഡിസ്ക്ലോസ് ചെയ്യാം. അതിന്റെ മാനേജിങ് പാർട്ട്ണറാണ്, കണ്ടന്റ് ഹെഡാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന കമ്പനി വണ്ടിയാണ്. എനിക്ക് അയൺമാന്റെ സസ്പെൻഷൻ ഇല്ലേ കാണാൻ? ഇത് ഞാൻ പേഴ്സണലി കസ്റ്റമൈസ് ചെയ്തെടുത്ത ഒരു വണ്ടിയോടെയാണ്. അടിപൊളി. ഇത് മറ്റേ ഇത് റിമോട്ടുള്ള സാധനമാണല്ലേ? അടിപൊളി. കണ്ടോ, ഇത് ഫുൾ പണിത് സെറ്റാക്കി. ഇപ്പൊ ഇതിലാണ് ഇപ്പൊ യാത്ര. അപ്പൊ ഇതിലൊന്ന് പിടിച്ചിരിക്കണമെങ്കിൽ അതിന്റെ ഹൈറ്റ് ഒക്കെ ഒന്ന് കൂട്ടണമല്ലോ. ഈശ്വര, അതൊക്കെ അത് അടുത്ത് പോലും കൊണ്ടുവരുത്. ഈ അവസ്ഥയിൽ ഇത് അടുത്ത് കൊണ്ടുവരുത്. ഈ അവസ്ഥയിൽ നമുക്ക് ഇതിന്റെ ബാക്കി കേട്ടാലൊക്കെ തോന്നും. അപ്പൊ യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ എമിലേട്ടനും സർപ്രൈസ് എടുത്തു. ആരും അറിയിച്ചിട്ടില്ല, എല്ലാരും കാണിച്ചോണ്ടിരിക്കുക. അടുത്ത ആൾക്ക് നമ്മൾ സർപ്രൈസ് കൊടുത്തിരിക്കുന്നു ഗൈസ്. കേറ്. മോളെ എങ്ങനെയുണ്ട് വണ്ടി? കേറിക്കോ. സീറ്റ് ബെൽറ്റ് ഞെട്ടിയോടാ നീ? ഞെട്ടിയോടാ? ഇത്ര വിചാരിച്ചില്ല. അയ്യോ. അപ്പൊ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇനി വീട്ടിലേക്ക് പോവാം. ഇനി നേരെ അമ്പലത്തിൽ പോകണം കേട്ടോ. അമ്പലത്തിൽ പോയി പൂജിക്കണം. 5:30 എത്തണമെന്നാ പറഞ്ഞാൽ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഇനിയും കാണിക്കാനുണ്ട് കുറച്ചേരം കൂടെ. അത് നമുക്ക് നാളെ വല്ലതും നോക്കാം. ഇനി പൂജിച്ചിട്ട് വണ്ടി വീട്ടിലിടാതെ വഴിയുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ചാറ്റ എങ്ങനെയുണ്ടാ? എന്താണ് നിനക്ക്? ഞെട്ടിപ്പോയി. ഞാൻ നോക്കുമ്പോ ഒരാള് എവിടെയോ നോക്കി പെട്ടെന്ന് വണ്ടി കണ്ടിട്ട് ഞെട്ടിയൊക്കെ ഇരിക്കണു. എല്ലാരും ഞെട്ടിക്കണം. എല്ലാരും സർപ്രൈസ്. ഞാൻ വിചാരിച്ചില്ല, ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കും സർപ്രൈസ്. ഞാനോട് പറഞ്ഞേ ഒരു സർപ്രൈസ് തരാന്ന്. അപ്പൊ സർപ്രൈസ് കൊടുത്തു. ഇനി അടുത്ത ആളെ പിടിക്കാം. പക്ഷെ കാണുന്നവരൊക്കെ ചോദിക്കണേ, സുസുക്കി മാരുതി ഫ്രീ ആയിട്ട് വന്ന വണ്ടിയാണോന്നൊക്കെ ചോദിക്കണേ. നീ തന്നെ ഇത് ഫ്രീ ആയിട്ട് വന്നതല്ലട്ടാ, പൈസ കൊടുത്തത്. ഇവിടെ RC കാണിച്ചാൽ ലോണാണ്. ലോൺ ഇട്ട് എടുത്ത വണ്ടിയാണ്. അപ്പൊ അടയ്ക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം കൊണ്ട് എടുത്തേക്കാണ്. പുള്ളി അടച്ചു തീർക്കാൻ പറ്റുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ലോൺ ഇട്ടെടുത്ത വണ്ടിയാണ്. ആകെ നമുക്ക് ഇയർ ബാക്കിന്റെ ഡിസ്കൗണ്ട് ആണ് കിട്ടിയേക്കണത്. അത് മാത്രമേ ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൂ. പിന്നെ മാരുതിയുടെ വക ഒരു 2.5 ലക്ഷം രൂപയുടെ 3.5 ഉണ്ടായി. പക്ഷെ ഞാൻ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് തീർന്ന് 2.5 ഉണ്ടായി. അപ്പോൾ അത്രയും ഡിസ്കൗണ്ടേ ഉള്ളൂ. അല്ലാണ്ട് മാരുതി ആർക്കും ഫ്രീ ആയിട്ട് വണ്ടിയൊന്നും കൊടുക്കൂല കേട്ടോ. അവര് ഫ്രീ ആയിട്ടൊന്നും അല്ല, ലോങ് ടേം എന്ന് പറഞ്ഞ് HR വണ്ടി ഇതേ കളർ കൊടുക്കുന്നുണ്ട് 6-7 മാസത്തേക്ക്. അത് നജീവിക്ക, പിന്നെ നമ്മുടെ അവരുടെ കയ്യിലൊക്കെ ഉണ്ട്. അല്ലാണ്ട് ആരും ഫ്രീ ആയിട്ടൊന്നും അല്ല. എല്ലാരും ഇയർ ബാക്ക് വണ്ടികൾ ഡിസ്കൗണ്ടിൽ എടുത്തേക്കാണ് കാണുന്നത്. എന്താണ് ഇതാണ് നമ്മുടെ പള്ളുരുത്തി അഴകിയാവ് ക്ഷേത്രം. ഇവിടെയാണ് നമ്മുടെ 790 എല്ലാം ഞാൻ വന്ന് പൂജ ചെയ്യണത്. നമ്മുടെ വണ്ടി അങ്ങനെ എത്തിയിട്ട് ചെറിയ മഴയൊക്കെ ഉണ്ട്, എന്നാലും അത്ര അഴുക്കൊന്നുമില്ല. എന്നാലും ഇതാണ് നമ്മുടെ അമ്പലം. അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി എങ്ങനെ കാണണ്ട. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആഗ്രഹം ഒരു ജിപ്സി വാങ്ങണമെന്ന്. അത് നടന്നില്ല. ജിമിനി എങ്കിൽ ജിമിനി. ഒന്നും പറയാനില്ല, ക്യാമറ വേണമെന്നറിയാം. അതിൻ്റെ അയ്യേ നല്ല ചിരി. എന്താ എങ്ങനെയുണ്ടാ വണ്ടി? ഇഷ്ടമായോ? അടിപൊളി വണ്ടി, അടിപൊളി വണ്ടി. എന്നാ വീട്ടിൽ കയറുന്ന ഏക വണ്ടി ഇതായതുകൊണ്ട് നമ്മളിതങ്ങ് പൊക്കി. അപ്പം വാ പോവാം നമുക്ക്. എങ്ങോട്ടാ? എങ്ങോട്ടേലും വെറുതെ കയറിയിരുന്നാൽ മതില്ലേ? മുമ്പിരിക്കണം നമുക്ക്. മുമ്പിരുന്നാ മറ്റേ മുമ്പിലേക്ക് ഐശ്വര്യമായിട്ട്. അയ്യോ എടാ, ഈ ഹെൽമെറ്റ് മാറ്റിയടാ.
ചവിട്ടുപടി ഒന്നും ഇല്ല ചവിട്ടുപടിയൊക്കെ വെക്കണം ഇനി. പൊക്കം കൂടുതലാണോ? പിടിച്ച് കയറങ്ങോട്ട്. വണ്ടിയുടെ പൂജയൊക്കെ കഴിഞ്ഞ് ഇതേടെ പൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വീട്ടുകാരായിട്ട് എവിടെയും പോയിട്ട് വരാം. ഹായോ വണ്ടി സർവീസ് ആയി 1000 കിലോമീറ്ററായി. എന്തോടെ ഇനി എന്തോടണം? ചെന്നൈന്ന് ഓടിച്ചോണ്ടാ ഞാൻ വന്നേ. ഇതിൽ കൂടുതൽ എന്താ ഓടേണ്ടത്? അപ്പൊ ഇതിന് പുറകിൽ AC ഒക്കെ ഉണ്ടാ? ഇല്ല അതില്ല. ഇവിടെ നല്ല AC മതി. നല്ല AC ഉണ്ട്. ഇതൊക്കെ എന്താണ് ഉരുണ്ട സാധനങ്ങൾ? കുലുങ്ങി ഇങ്ങനെ പോവാ. ബാക്കി എങ്ങനെ ഉണ്ട് അമ്മ? ഇതെന്താണ് ചെളി കൂടി പോണ വണ്ടി? ഓഫ് റോഡാണെന്ന് എന്നാ കുറച്ച് ചെളിവാരിയിട്ട് ഭ്രാന്തൻ. അത് കൊള്ളാം. എന്താണ് ഓഫ് റോഡ് കാണിക്കാൻ നിൽക്കണേ? വണ്ടി എന്താന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ? വെറുതെ ഓടിക്കാനാണെങ്കിൽ ഓഫ് റോഡാണ് വണ്ടി മര്യാദ കൊണ്ട് ഓടിച്ചാ പോലെ കുലുക്കി കുലുക്കി ഓടി ഓഫ് റോഡ്. ഇത് കുലുങ്ങി ഓർഡർ വണ്ടിയാച്ചത്. എനിക്കറിയാം. വേണേ നാളെ തന്നെ മൂന്നാർ പോകുന്നീ. നാളെ സർവീസ് കഴിഞ്ഞ് നേരെ മൂന്നാർക്കാ. കേട്ടോ കുറെ ചെളിയിലൊക്കെ ചുരുട്ടി വീട് കൊണ്ടുപോകും. അപ്പൊ സമാധാനവും. ഓഫ് റോഡല്ലടാ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓഫ് റോഡ് നാട്ടുകാരൻ നെഞ്ചത്തോട് കയറ്റണ ഞാൻ. അതെ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓഫ് റോഡല്ലേ വെറുതെ ഇരുന്ന വഴി കൂടി വന്നിട്ട് കൊണ്ട് കുഴി കയറ്റിയിട്ട് വരണം ഓഫ് റോഡ് പോകണേ. 24 hours later. എടുത്ത് 2 ദിവസമായി. അതല്ലേ ഒരു സാധനം കൊണ്ട് കാണിക്കാതെ തരണം. പറഞ്ഞില്ല. ഒരു വാക്കെങ്കിലും ഒരു സാധനം വന്നിട്ട് ബാക്കിയൊന്നും പറയാനുള്ള ചെന്നൈക്ക് പോയത് അവിടുന്ന് ഓടിച്ചു കൊണ്ടുപോകുന്ന ഓൾ ദ വേ ഫ്രം ചെന്നൈ. നീ പറ. അടുത്ത ഡേ ഗിവിംഗ് സർപ്രൈസസ് ടു മൈ ഫ്രണ്ട്സ്. സെയിം വീഡിയോ തന്നെയാണ്, പക്ഷെ എന്നാലും നമ്മൾ കൊടുക്കാൻ പോണത് നമ്മുടെ ആദിത്യനാണ്. രാജാവ് നമ്മളെ 790 എടുക്കാൻ പോയപ്പോൾ ഓർക്കുണ്ടാവും നിങ്ങൾ. അപ്പോൾ അവർ നമ്മുടെ മോട്ടോ ഫാബിൻ്റെ വർക്ക്ഷോപ്പും ലൊക്കേഷൻ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവരവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. വർക്ക്ഷോപ്പും കൂടെ ഞാൻ കാണിച്ചുതരാം. പുതിയ ലൊക്കേഷൻ തൃപ്പൂണിത്തുറയിലാട്ടോ ലൊക്കേഷൻ. തൃപ്പൂണിത്തുറയിലാണ് ലൊക്കേഷൻ വന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. എവിടെയാണ് നമ്മുടെ മിനി ബൈപ്പാസ് കഴിയുമ്പോൾ തന്നെയുള്ള പാലം ഇറങ്ങിയിട്ടാണ് ലൊക്കേഷൻ. അപ്പോൾ അവിടെ നമ്മുടെ എത്തിയിട്ടുണ്ട്. അവൻ്റെ ഒരു താറുണ്ട്. അതിനാണ് നമ്മൾ ചെറിയ ട്രിപ്പൊക്കെ പോയി അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ഉടനെ കാണും. ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായി. ഒട്ടും പ്രതീക്ഷിക്കില്ല കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവനോട് സർപ്രൈസ് എടുക്കാം. ഇവിടെയാണ് ഈ സൈഡിലായിട്ടാണ് നമ്മുടെ മോട്ടോ ഫാബിൻ്റെ ഗറാജ് തന്നെ. രാജാവ് അവിടെ നിൽക്കുന്നുണ്ട്. രാജാവ് പ്രതീക്ഷിക്കുന്നില്ല. അവനവിടെ കൺഫ്യൂസായി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്പറൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് നോക്കാം. സൂപ്പർടാ. എന്താ ഞാൻ എടുത്തതാ. കൊള്ളാം. ഞാൻ അടിച്ചോട്ടെ റൗണ്ട്. ഓടിച്ചോ. റൗണ്ട് പറ്റില്ല. സത്യമായിട്ട് ഞാൻ എടുത്തതാ. അറിയാം ഇവരെന്താ വികാരമില്ലാത്ത. എടാ സത്യമായിട്ട് ഞാൻ എടുത്താടാ. കൊള്ളാം. ഞാൻ ചെന്നൈ പോയി എടുത്താടാ. ഓഫ് റോഡ് പോലെ പിന്നെ ഞാൻ കാര്യം പറഞ്ഞതാ. എടാ ഇവര് ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. എടാ ഇതിനാടാ ഞാൻ ചെന്നൈക്ക് പോയത്. നീ തമാശയെന്ന് വിചാരിച്ച രാജൻ. നീ എന്താ വിശ്വസിക്കാത്ത? ഞാൻ പറഞ്ഞില്ലേ ഇവൻ വിശ്വസിക്കില്ല. എനിക്കറിയാം വിശ്വസിക്കില്ല. താറാണോ ഇതാണ് ഇഷ്ടം? എനിക്ക് താറാട്ടാ. എനിക്ക് താറാണ്. താറിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. എടാ ശരിക്കും കയറ്റെടുത്തിട്ട് വളച്ചോടാ. പക്ഷെ ഈ വണ്ടി കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് താറിനേക്കാളും. അതെ. ഓട്ടോക്കാരെ നമുക്ക് പൊടി കുറവുണ്ട്. നല്ല കുറവാണ്. അപ്പം ഇതാട്ടോ മോട്ടോ ഫാബിൻ്റെ പുതിയ വർക്ക്ഷോപ്പ് ഇങ്ങോട്ടേക്കാണ് മാറ്റിയത്. ദിസ് ഇസ് മോട്ടോ ഫാബ്. ഈ റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ്. ഇവിടെ അത്യാവശ്യം വലിയ സെറ്റപ്പിലാണ് തുടങ്ങിയേക്കണേ. അപ്പോൾ അവിടുത്തെ പണി നടക്കണം. അപ്പോൾ ഇവന്മാർ ഇന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവന്മാർക്ക് വിഷ്ണുവിനെ അറിയില്ല. അവിടെ വിഷ്ണുവും കൂടെ ഉണ്ട്. വിഷ്ണുവിനെയും കൂടെ ഞാൻ കാണിച്ചാൽ എങ്ങോട്ട് എടുക്കുക.
വിഷ്ണുവിനെ സർപ്രൈസ് ചെയ്യാം. സർപ്രൈസ് ചെയ്യാം. എന്നാലും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കില്ല. ഈ വണ്ടി എങ്ങനെയുണ്ടോ വണ്ടി? വിഷ്ണു ഞാനും കഴിഞ്ഞ വർഷം കൂടി വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്ന വണ്ടി ഞാൻ എടുത്തടാ. ഞാൻ ഇതിനകത്ത് എന്നേക്ക് പോയത്. സീരിയസ്ലി പറഞ്ഞില്ല, എന്നോടും പറഞ്ഞില്ല. രാജനൊക്കെ കരയണു, എന്നോട് എന്താ പറയാത്തത്? എങ്ങനെയെങ്കിലും എടുക്കണം. കുറച്ചുകൂടെ നന്നായിട്ട് വേണം ജിമിനി മേടിക്കണം. അതെ, എന്തായാലും ജിമിനി വന്നു. ഓ മൈ ഗോഡ്, വെരി ഗുഡ്. ആ ഡിസ്പ്ലേ ഒക്കെ കൊള്ളാലോ. ക്ലസ്റ്റർ കൊള്ളാം. വാക്ക് രണ്ട് വാക്കല്ല, നിങ്ങൾ ചതിച്ചല്ല. ഇപ്പൊക്കെ നോക്കി വെച്ചേക്കോട്ടെ. അപ്പൊ ഇതാട്ടോ മോട്ടോ ഫാബ്. മറ്റേ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ, ഒരു സെറ്റ് ചെയ്യുന്നുള്ളൂ. എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുന്നു. ലിസ്റ്റൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പുതിയ മോട്ടോ ഫാബിൻ്റെ ലൊക്കേഷൻ. ആൻഡ് ദാറ്റ് ഈസ് അവർ ജിമിനി. നെക്സ്റ്റ് ആൾ മെറ്റു. നമ്മൾക്കൊരു പിടിയിലിട്ടാ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന്. ആരത്? ഞാനൊരു കാറും കൊണ്ടാ വന്നേ. ഞാൻ എടുത്തതാ. ആ സത്യം. കണ്ട പുത്തൻ വണ്ടി നോക്ക്. ട്രൈംഫുണ്ട്. കേറു മാഡം. ഒന്നും പറഞ്ഞില്ല. എന്നാലും ഞാൻ എന്നോട് ചോദിച്ചതാ പുതിയ കാർ എടുക്കണമെന്ന്. അപ്പൊ അവനില്ലാന്ന് പറഞ്ഞു. ആ അപ്പം നമ്മളൊരു ട്രൈംഫ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി എടുക്കാൻ വന്നതാണ്. അപ്പം അത് കഴിഞ്ഞ് ഇനി അടുത്ത ആൾക്ക് കൊടുക്കാം സർപ്രൈസ്. ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് സർപ്രൈസ് കൊടുത്ത് തീരണം കേട്ടോ. അതിപ്പോൾ എനിക്ക് എത്രാമത്തേന്നൊന്നും അറിയില്ല. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടാലായി. നമ്മുടെ ഡൂക്ക മാൻ ജോയും രാകേഷ് ചേട്ടനും വന്നുണ്ട്. അവർ എനിക്കൊരു സർപ്രൈസ് തരാൻ വന്നത്. അതായത് അവർ മറ്റേ 10R പണിതിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വണ്ടി കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞാൻ തിരിച്ച് അവർക്കൊരു സർപ്രൈസ് എടുക്കാം. ജോയ്സ് ഹിയർ വിത്ത് 10R. നിങ്ങൾ മാത്രമല്ല ഓഫർ ഉണ്ട്. ഞാൻ ചെറിയൊരു വണ്ടി എടുത്തു. താങ്ക് യു. വാവ്, പണി കഴിഞ്ഞ ഒരു വണ്ടി. നമ്പർ പ്ലേറ്റ് ഒക്കെ ഹൈഡ് ചെയ്തു. ഹൈലക്സ് എടുത്തു. വീട്ടിലേക്ക് വേറെ വണ്ടിയൊന്നും കയറില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ബ്രിയോ അങ്ങനെ കുട്ടി വണ്ടികളെ കയറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജിമിനി പ്രിഫർ ചെയ്തത്. അത് അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾ കണ്ടോട്ടോ. നീ കുറച്ചങ്ങ് കയറി. കണ്ടോ, ഈ ഒറ്റൊരു കാരണം കൊണ്ടാണ് ജിമിനി എടുത്തത്. കാര്യം വീണ്ടും അകത്ത് വേറെ വണ്ടിയൊന്നും കയറില്ല. കാറ് എനിക്ക് റിയർ വീൽ ഡ്രൈവ് എടുക്കാൻ താല്പര്യം ഉണ്ടായി സത്യം പറഞ്ഞാൽ. പക്ഷേ ഇതിപ്പോൾ ജിമിനിയും നല്ലൊരു റേറ്റിനും ഒരു പ്രാക്ടിക്കൽ വണ്ടി ആയതുകൊണ്ട് നമ്മൾ നൈസായിട്ട് ഇതങ്ങ് ചാമ്പി. ഓക്കെ, സോ കണ്ടില്ലേ, അതായിരുന്നു ഇനിയും നമ്മൾ കുറച്ച് നേരം എല്ലാവരെയൊക്കെ സർപ്രൈസ് ചെയ്ത് രാത്രിയും കുറേ പേരെയൊക്കെ പോയി സർപ്രൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ പുതിയ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഇതിൻ്റെ സർവീസുകളായി ഓൾറെഡി ഫസ്റ്റ് സർവീസായി. എൻ്റെ വീഡിയോ അടുത്തായിട്ട് കാണാം. ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്ന് റിപ്പയർ നന്നാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. സർവീസ് സെൻറ്ററിൽ പോയി പറയണം. ഓയിൽ മാറുന്നുണ്ട്. ഫസ്റ്റ് സർവീസിന് ഓയിലില്ല. പക്ഷേ ഇത് 1 വർഷം കിടന്ന വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഓയിലും കാര്യങ്ങളും മാറാം. അതൊക്കെ നമുക്ക് സർവീസിൻ്റെ ഇതിൽ കാണാം. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഉദ്ദേശിക്കുന്നു. സോ ഡോണ്ട് ഫൈറ്റ് ലൈക്ക് തപ്പിയാണ് ഞാൻ ഇതിൽ ലൈക്ക് ചെയ്യാം. അടുത്ത വീഡിയോ ബെല്ലും കാര്യങ്ങളെങ്കിൽ മറ്റേ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇതിവിടെ ഇവിടെ എന്നിട്ട് എന്തിനാ ചുമ്മാ ഫോൺ